അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയില്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ എന്താ പറയാ, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരിലാണ് കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും വരുമായിരുന്നു. ഇപ്പം അതില് പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് വെറും ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലപ്പുഴ വരാം. ജയറാമേട്ടൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനായിട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജയറാമിനെ കുറിച്ച്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിലോട്ട് ഒന്ന് കൊടുത്തോ. എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഓവർ വിനയമാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ മെയിനും. പല കാര്യങ്ങളും എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാനത് വീഡിയോ ചെയ്യണമെന്ന് പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യാതെ പോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പല ആൾക്കാരും ഇത് അയച്ചു തന്നപ്പോഴും എനിക്ക് അത്ര മനസ്സില്ലായിരുന്നു ചെയ്യാനാണ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ. പക്ഷേ ഓരോന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇയാൾ ഇത്രമാത്രം വിഷമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പം ഉഷ അറിയാലോ, പഴയ നടിയാണ്. ഉഷ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പല കാര്യത്തിലാണെങ്കിലും. മെയിനായിട്ട് ഇപ്പോൾ ഉഷ വന്നതെന്ന് വെച്ചാൽ അമ്മ സംഘടനയിലെ ഒരു അംഗം കൂടാണ്, നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. ഇപ്പോൾ 5 രൂപയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഈ പറയുന്ന ജയറാമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഉഷയുടെ ബ്രദർ, അതായത് അസീബ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2015 സമയത്ത് നമ്മുടെ ജയറാമിൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു ഈ പറയുന്ന ആടുപുലിയാട്ടം. പല ആൾക്കാർ പൊട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പടം അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ടായിരുന്നു, അത്യാവശ്യം ഹിറ്റും ആയിരുന്നു, അത്യാവശ്യം കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പടത്തിന്. അതെല്ലാം ഈ പറയുന്ന ഹസീബ് ആണ് പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ പുള്ളിക്ക് പണി കിട്ടിയത് 2019 ഈ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. പുള്ളിയുടെ മകനാണ് അതിനകത്ത് നായകൻ. അത് ആദ്യം ഒരാൾ ചെയ്യാനിരുന്ന് അത് അയാൾ വേണ്ടാന്ന് വെച്ച് അവസാനം പിന്നെ ജയറാം വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നസീബേ ഒന്ന് ചെയ്യ്, എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അണ്ണന് അത് കാര്യം മാറി, പടം 8 നില പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. 2019 എനിക്ക് തോന്നുന്നു നവംബർ സമയത്തായിരുന്നു ആ ഒരു പാട്ട്. ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ആ പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഞാൻ ആ പാട്ട് എപ്പോഴും സിസ്റ്റത്തിൽ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതാണ് ഡേറ്റ് സഹിതം എനിക്ക് ഇത്ര ഓർമ്മ വന്നത്. ആ പടം 8 നില പൊട്ടിപ്പോയി. പടത്തിൻ്റെ റേറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ 10ന് 3 മാത്രം കൂട്ടിയാൽ മതി. ഏകദേശം അങ്ങാണ്ട് 3 ലക്ഷം രൂപ മാത്രം അങ്ങാണ്ട് കളക്ഷൻസ് മാത്രം കിട്ടി ആ ഒരു പടത്തിന് വേണ്ടി. ആ പടം പൊട്ടിപ്പോയതിന് ശേഷം ഇതുവരെ ഒരു കോള് പോലും എങ്ങനെയാണ് പടം, എന്തുകൊണ്ടാണ് പടം പൊട്ടിയെന്നോ ഒന്ന് സംസാരിക്കാൻ പോലും ഫൂട്ടാകാതെ നൈസായിട്ട് അങ്ങ് പോയി അണ്ണൻ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അസീബിന് സ്ട്രോക്ക് വന്നത്. അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, അതൊന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവറിന് എന്തോ ഒരു വിഷയങ്ങൾ, അത് മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നല്ല സുഹൃത്തുക്കളാണ്, എപ്പോൾ വീട്ടിൽ വരും, ഫുഡ് കഴിക്കും, അതുപോലത്തെ ഫ്രണ്ട്സാണ്. അപ്പം അദ്ദേഹത്തിനൊരു ലിവറിനൊരു പ്രശ്നം വരുമ്പം വിളിക്കേണ്ടതല്ലേ സാധാരണ? നമ്മുടെയൊക്കെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ ആശാ ശരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കിടന്നു കൂടുന്നുണ്ട്. ഇപ്പം അറിയാലോ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാം കുത്തിപ്പോകും. പിന്നെ പണ്ടേ പുള്ളി ഭയങ്കര തള്ള. പിന്നെ വേറൊരു കാര്യം കൂടെ ഒരു അപ്ഡേറ്റ്, നമ്മുടെ 2020 ക്ലൈമാക്സ് ഇപ്പോൾ പുള്ളിക്ക് ഓർമ്മയില്ല. ആ ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്ത് പുള്ളി എവിടെ പോയെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല. നേരത്തെ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഈ പറയുന്ന ശബരിമല പോയെന്നും പിന്നെ ഒരിടത്ത് പറയുന്ന പഴനി പോയെന്നും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ കഥകളാണ് പുള്ളി പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഉഷ സംസാരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ഭയങ്കരമായിട്ട് റോള് ഉണ്ടായിരുന്നു, ആൾക്കാർ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ. ആ സമയത്തൊക്കെ ഞാൻ വെച്ചു ഓക്കെ അദ്ദേഹത്തിന് വരാൻ പറ്റി കാണത്തില്ലെന്ന്. ഇപ്പോൾ ഓരോന്നൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്ക് ആരോടും വലിയ കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്വന്തം കാര്യങ്ങൾ മാത്രം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, വന്ന വഴി മറക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെറിയുള്ള ഒരാൾ മാത്രം. ഓക്കെ, എന്തായാലും നമുക്ക് ഉഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രാജശേഖരൻ അദ്ദേഹം മധുചന്ദ്രലേഖ പോലുള്ള പടങ്ങളും നല്ല നല്ല പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, സത്യനന്ദിക്കാട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ താങ്കളുടെ ബ്രദർ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ജയറാമിന്റെ മകൻ കാളിദാസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു. ആ സിനിമ പരാജയത്തിലേക്കാണ് പോയത്. ആ സമയത്ത് ജയറാം അപ്പോൾ ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്? 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം, ജയറാമിനെ ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. സത്യം, അത് ആ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഞാനൊരു 3-4 വട്ടം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. 3-5 വട്ടം ഇരുന്ന് കണ്ട ഒരു ട്രെയിലർ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോൾ. കാരണം ജയറാമിൻ്റെ ഒരു കംബാക്ക്, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു കംബാക്ക്,
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് നടന്മാർ. ഇവർ നല്ല രീതിയിൽ ഒന്ന് തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അല്ലു അർജുൻ്റെ ഒരു പടത്തിലുണ്ടായിരുന്നു. ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയ ഒരാളായിരുന്നു. പക്ഷേ അതെല്ലാം എന്താ പറയണ്ടേ, റീലി മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫിലൊക്കെ ഇവരൊക്കെ പക്ക ഫേക്കാണെന്ന് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. നീ എത്ര വെള്ളം ഊശാൻ വന്നാലും നമുക്ക് മനസ്സോടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം കാണാൻ തോന്നത്തില്ല. എനിക്ക് അതുപോലെ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ. ഈ അടുത്ത സമയം കൊണ്ട് എനിക്ക് പുള്ളിയുടെ പടം കാണാൻ അത്രയ്ക്ക് ഒരു ഇത് തോന്നുന്നില്ല. ഒറ്റക്കൊമ്പനൊക്കെ ഇറങ്ങാൻ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഷിപ്പിലായിരുന്നു ആ സമയത്ത്. അന്ന് ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത്, അല്ല കോവിഡ് സമയത്തായിരുന്നു ഫസ്റ്റ് ടീസർ ഇറക്കി വിട്ടെ പടത്തിൻ്റെ പേരൊക്കെ. അതൊക്കെ നമ്മളിപ്പോഴും റിപ്പീറ്റ് ഇങ്ങനെ 30 സെക്കൻഡ് ഉള്ളെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഇതിലോട്ട് പോകാം. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടമാണ്. നസീബുമായിട്ട് നല്ല ബന്ധമായിരുന്നു ജയറാം. ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ് നമുക്കുള്ളത്. ഫേക്കായിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിന്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. എനിക്കറിയാം, പലരുടെ അനുഭവം നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നീ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള, ഹസീബിനോട് പറഞ്ഞിട്ടുള്ള, എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇളയ അനിയൻ പറഞ്ഞിട്ടുണ്ട്, സകല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസന്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് ഹസീബ് ഇട്ടിട്ട് പോയത്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിന്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും പറഞ്ഞിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങി. അത് പഞ്ചാബിൽ, ഹൈദരാബാദ്, പിന്നെ ഫിലിം സിറ്റിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് പൈസ മുടക്കി ചെയ്ത സിനിമയാണ്. പഞ്ചാബിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എന്റെ ഭർത്താവ്, എന്റെ ബ്രദർ, ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിനെ മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്ക്, ജയറാമേട്ടൻ എന്റെ കൂടെ എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ പാലിക്കണം. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ മുതിർന്ന ആൾക്കാരും കൂടെ പറയുന്നത് നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കാരണമേ ഞാനൊക്കെ ചെന്ന് വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കുഴികളായിരുന്നു. പിന്നീടാണ് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എല്ലാവരും അതൊന്നും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ നമ്മുടെ ജീവിതം തന്നെ തുടങ്ങിയെന്നിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ എല്ലാവർക്കും നമ്മളെ വേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് ജീവിതാനുഭവം കൊണ്ടും കൂടെ പറയുക. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പടം പൂർത്തിയാക്കി വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായി പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്ന് മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും, പക്ഷെ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഈ പടം ഫ്ലോപ്പായിട്ട് പോലും ഹസീബിനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. എന്താണ് അന്ന് ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്, എത്രയോ 2-3 വർഷത്തിന് ശേഷം. അന്ന് വിളിച്ചാൽ ജയറാം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തുക ഇനി അത് ഈ പറയുന്ന ഹസീബ് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കാം. നമ്മുടെ വിനയ സ്റ്റാർ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. വിളിച്ചപ്പോഴ് ഹസീബിന് സംസാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കത്തില്ല പുറത്തോട്ട് വരുന്നത്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല പറഞ്ഞത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുള്ള സമയത്ത് ജയറാം വിളിച്ചപ്പോൾ ജയറാം അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അവന് വോയിസ് മെസ്സേജ്, ഹസീബിന് സംസാരിക്കാൻ പറ്റുന്നില്ല, വൈഫാണ് സംസാരിക്കാൻ, ഹസീബിന് വോയിസ്, ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉണ്ട്, എന്റെ വാക്ക് കേട്ടതാണെന്ന് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും. എന്റെ ഒറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ചെയ്തത്. ഹസീബ് അതിന് ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്നുവരെ വന്നിട്ടില്ല, ഇന്നുവരെ തന്നിട്ടില്ല. വേറൊരു ഇന്റർവ്യൂ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും കണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ഓഡിയോ മാത്രമേ വെക്കുന്നുള്ളൂ. അന്ന് ജയറാം പറയുന്നതിന്റെ ഒരു ഓഡിയോ ഇത് കേട്ട് കാണുമായിരിക്കും. ഞാൻ ഇതിന്റെ കൂടെ ആശയശരത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇത് കണ്ടിട്ട് വാ. മെസ്സേജ് ഹസീബ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈന്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്ന് ജയറാം ഏട്ടാ, ലിവർ കംപ്ലൈന്റ് ഉണ്ടായി എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ വിളിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലായ്മയെന്ന് ഈ ഒരു നിലയിലോട്ട് എത്തിച്ചൊരു വ്യക്തിയല്ലേ. ആടുപുലിയാട്ടം നിങ്ങളുടെ ഒരു കമ്പാക്ക് ചെയ്യാനായിരുന്നു മലയാള സിനിമയില. അതിനുശേഷം ഞാനും പറഞ്ഞിട്ടുണ്ട് ജയറാം തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെയോ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിന് ഇവിടെ സിനിമ കിട്ടുന്നില്ല എന്നുള്ള ഏറ്റവും ഒരു ഇതാണ് ഇദ്ദേഹത്തിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. പിന്നെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലും സെലക്ട് ചെയ്യാൻ അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. പുള്ളി ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പൈസയോടായിരിക്കാം കൂടുതലും പുള്ളി കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ ജയറാമിന്റെ ഓരോ മൂവീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാമോ, രോമാഞ്ചമാണ്. പണ്ടൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് മൂവീസുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലായിരുന്നു. ഞാൻ ഒരു 2 ആഴ്ച ഇടവിട്ട് കാണുന്നൊരു പടമാണ് സമ്രൻ ബേത്തലേം എന്ന് പറഞ്ഞ പടം. അതിനകത്ത് ജയറാമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്തോ പോലെ ഉള്ള കാര്യം പറയാലോ. ഓക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
ഈ സ്റ്റോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയും പഠിച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് വരാം. ഓക്കെ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്. 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. 2019 നവംബറിലായിരുന്നു ഹാപ്പി സർദാർ. ഞാൻ ആ സമയത്ത് എൻ്റെ ട്രെയിനിങ് ഇങ്ങനെ പോയിരിക്കുകയായിരുന്നു. ഞാൻ ഷിപ്പിൽ പോകുന്നു, ഞാനല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ഷിപ്പിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് ഒക്കെ അവിടെ വെച്ചായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. അന്ന് ഞാൻ പറയില്ലേ, ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട് ഇതായിരുന്നു. ആ സമയത്താണ് റിലീസായത്, പടം ഇട്ട് നല്ല പൊട്ടുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്ന് പിന്നെ അറിയാമല്ലോ, ലോക്ക്ഡൗണും അതും ഇതുമൊക്കെ ആയിട്ടുള്ള രീതിയിലൊക്കെ. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം ഇപ്പൊ 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്, 1-2 വർഷമായിട്ട്. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്ന ഹസീബ് അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത് എന്തോ ലിവറിന്റെ പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ. അതെ, അതൊരു കറക്റ്റ് പോയിന്റ് അവർ പറഞ്ഞത്. ഇതേണ്ട ഈ ഒരു വോയിസ് കൊണ്ട് നിങ്ങൾ കേൾക്കുക. എന്താ പറയാ, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കാം. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായം ചെയ്തില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് രാജസേനൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം നല്ല അടിപൊളി ഒരു ഡയറക്ടറായിരുന്നു. പിന്നെ പുള്ളിക്ക് ഇത് എന്ത് പറ്റി, ഇടയ്ക്കൊരു പടം അട്ടർ ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പേരോ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല, നമ്മുടെ വിഷയം ജയറാമാണല്ലോ. നമുക്കിനി അതിലോട്ടൊന്ന് പോയിട്ട് വരാം. പുള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. പക്ഷെ അറിയാതെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാലേ പോകാൻ പറ്റും. എന്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കൂ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അല്ലെങ്കിൽ കിടക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെന്റൻസേ പറഞ്ഞു. എന്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല, കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. 2നും വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജസ്ഥാനിന്റെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ, ആ സുവർണ്ണ കൂട്ടുകെട്ട് ഒരുമിക്കുക അതിനുള്ള സാധ്യത എനിക്കറിയില്ല. എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്റെ ഭാഗത്ത് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സൗഹൃദം അതുപോലത്തെ ഒരു വിശ്വാസവഞ്ചനയാണ് ഇദ്ദേഹത്തിനോട് ചെയ്തതെന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. അതുപോലത്തെ ഒരു വിശ്വാസവഞ്ചന എന്നുള്ള രീതിയിലാണ്. എന്താണോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദമായിട്ട് പറയുന്നൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, അതൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ ഒരു വഴിക്ക് തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ കുറേ നാൾക്ക് മുമ്പ് പുള്ളിയുടെ ഒരു ഇതുണ്ടായിരുന്നു, കൈരളിക്കകത്തൊരു പുള്ളിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി വന്നിട്ട് പുള്ളിയുടെ ലവ് സ്റ്റോറി പുള്ളി ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണ്. പക്ഷെ അതിൻ്റെ താഴത്തെ മൊത്തം കമൻസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആശാ ശരത്താണ്. ആശാ ശരത്ത് ഈ പറയുന്ന ജയറാം അടുത്തടുത്ത വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളത് കേട്ടിട്ട് വാ. അണ്ണൻ്റെ ആ കഥ, അണ്ണൻ്റെ ഈ തള്ളു കാരണം എത്ര ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയാമോ? ആണുങ്ങള് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തുറന്നു പറയും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂല്ല. അങ്ങനെ ഈ വിവരം കേട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷാരടി കുട്ടി, ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്റെ കൂടെ വരുന്നവരുമായി സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്റെ മുഖത്ത് മാത്രം നോക്കില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എന്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന പോലും ഇല്ല തിരിഞ്ഞു. അങ്ങനെ 2 വർഷം കോളേജിന്റെ കാലാവധി കഴിഞ്ഞ് അവസാനം ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ലാസ്റ്റ് വേദിയിൽ, കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഷാരടി കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് NCCയുടെ കുട്ടികളാണ് സാധാരണ കർട്ടൻ വലിക്കാനായിട്ട് ഇവിടെ ഇരിക്കുക. അപ്പൊ അവരിൽ ഒരാളോട് ചോദിച്ചു, ഇന്ന് കർട്ടൻ ഞാൻ വലിച്ചോട്ടെ, കാരണം അവിടെയെങ്കിലും നേരിട്ടൊന്ന് ഷാരടിയായിട്ടൊരു കണക്ഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കർട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ഞാൻ പൊക്കുന്നു. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെന്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കിയില്ല. അതിലുള്ള ദേഷ്യവും സങ്കടവും സഹിக்க വയ്യാതെ ആ കർട്ടൻ ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടും
ഷാരടി ഡാൻസ് കഴിഞ്ഞു. അപ്പൊ ഡാൻസ് കഴിഞ്ഞ് ഭരതനാട്യത്തിന്റെ ഇങ്ങനെ ഒരു പോസ്റ്റിലാണ് ഷാരടി നിന്നത്, ഒറ്റക്കാലില്. കത്തനിടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കത്തനിടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. എവിടെ കത്തനിടാൻ? 15 മിനിറ്റ് ഒരു അരമണിക്കൂറോ വിചാരിച്ചാൽ കത്തനിടാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചത് ഷാരടി പണ്ടത്തെ ഓഡിയൻസിനൊക്കെ ഇതുപോലത്തുള്ള തമാശകളും കാര്യങ്ങളൊക്കെ പറയുമ്പം അവരെ അങ്ങ് കയ്യിലെടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന ജയറാമിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതും ഈ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് ആൾക്കാർ ഓടിക്കൂടുകയായിരുന്നു ചെയ്തത്. ഓടിക്കലുന്നു, തൊഴുന്ന്, ഇങ്ങനെ തൊട്ട് തൊഴുന്ന്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നത് ഇയാൾ ഇതാണോ, അത്ര ഫ്ലോപ്പാണോ, ഈ റിയാക്ഷൻ വീഡിയോ എല്ലാവരും കാണണമെന്നൊന്നുമില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ, അതും കൂടെ ചിന്തിക്കണം. പക്ഷെ ഇപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ജയറാം എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തൊഴും, പ്രായം ചെന്നവർ പോയി തൊട്ടുതൊഴും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഷോക്കായി പോയി. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയും, ഈ സോഷ്യൽ മീഡിയ കിടന്നിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ രേണു സുധിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പറയുന്ന പോലെയല്ല, നേരിട്ട് അവരെ കാണുമ്പോൾ എല്ലാവരും കിടന്ന് ഓടിച്ചെല്ലുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, സെൽഫി എടുക്കുന്നത്, ഇതൊക്കെ തന്നെ. അതും ഒരു വേറൊരു സത്യം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ അവരുടെ പേരെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ആൾക്കാർ കുമ്പിട്ടാണ് നിൽക്കുന്നത്. അതാണ് അത്ഭുതം. ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ കണ്ടാണ്, അതാണ് ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. തൊഴുതിട്ട് പോകുന്ന ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ചാടി 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 അവസാനം വരെ പോയി ഈ ഒറ്റക്കാലില്. അങ്ങനെ കോളേജിൽ അടുത്ത ദിവസം ഈ കുട്ടിയെ വരുന്നവർ മുഴുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കളിയാക്കി കൂവാൻ തുടങ്ങി. അങ്ങനെ കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ചവർ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഷാരടി കുട്ടി കണ്ടിട്ടില്ല. അങ്ങനെ സിനിമയിലെത്തിയ ശേഷം ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേപോലെ 10,000-കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു വലിയ ചടങ്ങിലേക്ക്, ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി. അവിടെ ചെന്നപ്പോൾ അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എന്നെ വളരെ ഇതായിട്ടെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കഴിച്ചിട്ടേ പോകാം. ഞാൻ പറഞ്ഞു പിന്നെന്താ ആകാലം. ചെന്നപ്പോൾ ഭക്ഷണം വിളമ്പാനായിരിക്കുന്നു സാക്ഷാൽ ഷാരടി, ഇയാളുടെ ഭാര്യ. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വിഷം കലക്കിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അപ്പോ സംഘാടകൻ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പഴയ കഥകളൊക്കെ എന്ന് പറഞ്ഞ് ചിരിച്ച് അന്ന് ഒരുപാട് ചിരിക്കുകയുണ്ടായി. എന്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും, ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. എന്തായാലും ഒരുപാട് സന്തോഷം ഈ നല്ല വേദി അലങ്കരിക്കാൻ, ഈ സമുദ്രത്തിന്റെ മുമ്പിൽ ഒരാളായി നിൽക്കാൻ കഴിഞ്ഞത്. അടുത്ത വർഷം ഇതേ വേദിയിൽ ഇതിന്റെ ആദ്യ ദിവസം ഒരു മേളപ്രമാണിയായി നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ സന്തോഷവും അറിയിക്കുന്നു. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ഒരു നല്ല കൂട്ടായ്മ കാണാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് എല്ലാം ആശാ ശരത്തിൻ്റെ പേരാണ്. മിക്കയിടത്തും ഉണ്ട്, പണ്ട് മുതലേ ഉള്ള ഒരു സംസാരം ഉണ്ട് അത്. അപ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ അടുത്ത സമയത്ത് ഈ പറയുന്ന അച്ഛനും മകനും ആശായും കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ജയറാമാണ് ആ പടത്തിൽ റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്തും, പണ്ടല്ല ആ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി, ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും പണ്ട് ഒരു സിനിമയിലേക്ക് ഈ പറയുന്ന ആശയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഇവർ ആദ്യത്തെ സീരിയൽ കുങ്കുമപ്പൂ വാങ്ങണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു മൂവി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വീട്ടുകാർ വിട്ടില്ലെന്നോ അങ്ങനെയൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ആശാ ശരത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റോറിനെ പറ്റി അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാവേ. ഒരുപാട് പേർക്കറിയാം, നല്ല ജയറാമായിട്ടും ജയറാം സാർ പുറകെ വെറുതെ പറയുന്നതാണ്. ജയറാമേട്ടന്റെ വെറും കഥയാണ്. ഒരു സത്യം അതായത് ജയറാമേട്ടൻ തമാശക്ക് പറഞ്ഞൊരു കഥയാണ്. ശരിക്കും ജയറാമേട്ടൻ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ നാട്ടിലെ നായകനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഒരു സിനിമാ നടൻ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. ഒരുപാട് പേര് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം പെരുമ്പാവൂർ രവീന്ദ്രനാഥ് മ്യൂസിക് ഡയറക്ടർ, പിന്നെ എന്റെ അമ്മ കലാമണ്ഡലം സുമതി. പക്ഷെ ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ രോമാഞ്ചമായിരുന്നു. എന്നെക്കാളും ഒരുപാട് സീൻ. ജയറാമേട്ടൻ അനിയത്തി എന്റെ കോളേജ് മേറ്റാണ്, മഞ്ജു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ജയറാമേട്ടൻ നായകനാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം പോകാറ് സ്റ്റേജിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തേഞ്ഞ് തീർന്നു, ഞാൻ കുറെ നാൾ ഒരു തമാശയാണ്. ഇപ്പം എങ്ങനെ പോയാലും കമന്റ് ബോക്സുകളിൽ കൂടുതലും ഇപ്പോൾ പഴയ കഥകൾ, പുതിയ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇപ്പം ഞാൻ തന്നെ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങോട്ടാണ് ആ ഒരു വിഷയം പോയിട്ടുള്ള രീതിയിൽ. മിക്ക വീഡിയോയുടെ കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആശാ ശരത്തിന്റെ ഈ ജയറാമ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കമന്റ് ബോക്സുകൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മുമ്പ് വെച്ച ആ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിലും ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജയറാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഹസീബ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനുണ്ടാ നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസപ്പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടുന്ന് എസ്കേപ്പായി പുള്ളിയുടെ കാര്യം നോക്കുകയും ചെയ്ത് പോയപ്പോൾ ആൾക്ക് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണം. നമ്മൾ സേഫ് ആണോ എന്ന് ആദ്യം നോക്കിയിട്ട് മതി. കാരണം അനുഭവമുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ബൈ, ഐ ലവ് യു ഓൾ ഗൈസ്, ബൈ. എന്തായാലും ജയറാമും ഈ പറയുന്ന എന്തായിരുന്നു ആശയും നല്ല ബോണ്ടാണ്. മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോണ്ടാണ്.